നാം പാടിയ പാട്ട് ഒരു 50 വർഷം പഴക്കം കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഷാൽസച്ചാൻ എഴുതിയ ഗാനമാണ്. എനിക്ക് ശരിക്കും ഓർമ്മ വരാനുള്ള കാര്യം, ഞാൻ സുവിശേഷൻ ബാലസംഘത്തില് വിത്തും ചുമന്നു വിത്തും ആ ചരണവും അതിന്റെ പല്ലവിയും പാടി സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. ആ പാട്ട് പാടിയപ്പോൾ ആ ഓർമ്മ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു സഹോദരനാണ്, ദൈവസഭയെ സ്നേഹിക്കുന്ന സഹോദരനുമാണ്. ഇത് ദൈവം മുൻപാകെയാണ് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് പലർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എങ്കിലും പറയുവാൻ ഞാൻ നിർബന്ധിക്കപ്പെടുകയാണ്. ഞാൻ റിട്ടയർ ആയിട്ട് 2 വർഷമൊക്കെ കഴിഞ്ഞു, 3 ആകുന്നു ഫെബ്രുവരിയില്. ഈ ഫെബ്രുവരി മാസത്തില് ഈ ഇന്നലെയൊക്കെ ഇങ്ങനെ ഓർത്തു. അപ്പോൾ പൊങ്കോല, ആറ്റുകാൽ പൊങ്കാല ഉള്ള മാസമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ സർവീസിന്റെ ഒരു നല്ല ഭാഗം ക്രൂവുമായിട്ടുള്ള ജോലിയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. നല്ല രസം അവരോട് ഡീൽ ചെയ്യാൻ, വളരെ കെയർഫുൾ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ആറ്റുകാൽ പൊങ്കാലയില് പിന്നെ സമയത്ത് ഫ്ലൈറ്റ് വിടുക എന്ന് പറയുന്നത് വലിയ പാടാ. ഈ അതിന്റെ വെള്ളം ഒഴിച്ചിട്ട് നിവേദ്യം കൊടുത്തിട്ട് അവിടെ എല്ലാം കൊണ്ട് പായസം വെച്ച് കൊടുത്തിട്ട് പിന്നെ പിരിഞ്ഞു പോകുന്ന സമയം. അപ്പൊ ഈ ചാക്ക എന്ന് പറയുന്ന ഒരു ട്രാഫിക് ബോട്ടിലിനൊക്കെ ആയിട്ട് വരും. വലിയ പാടാ ക്രൂവിനെ സമയത്ത് എയർപോർട്ടിൽ എത്തിച്ച് ഈ ഫ്ലൈറ്റ് സമയത്ത് സാധാരണഗതി 2 ഫ്ലൈറ്റ് ഉച്ച കഴിഞ്ഞുണ്ട് 5 മണിയോട്. ഞങ്ങൾ 4 പേരാണ് സാധാരണ ഉള്ളത്. അതിൻ്റെ അകത്ത് 2 സ്ത്രീകളാണ്. അവർ 2 പേരും ഹിന്ദുക്കളായതുകൊണ്ട് അവർ അവധിയെടുക്കും, പൊങ്കാലയിടാൻ പോകും. പിന്നെ ഞാനും ഒരു പെന്തിക്കോസ്ത് സഹോദരനുമാണ്. ഞങ്ങളിൽ ഒരാൾ ആയിരിക്കും. എനിക്കാണ് സാധാരണ കുറി മുഴുവൻ വീഴുന്നത്. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ അധികം ഇഷ്ടപ്പെടാത്ത ആളാണ്. അപ്പോൾ ഈ ക്രൂവിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര, നേരത്തെ കൊണ്ടുവരാൻ ഒക്കത്തില്ല. കാരണം FDTL എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ, ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ. അവരെ നേരത്തെ കൊണ്ടുവന്നോട് വെക്കാൻ ഒക്കത്തില്ല. അവർ വന്നാൽ ഉടനെ ചോദിക്കും, ഞാൻ ഒപ്പിട്ടോട്ടേന്ന് ചോദിക്കും എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി തുടങ്ങി. ദുബായിലോ അബുദാബിയിലോ പോയിച്ച് വരുന്നവരായിരിക്കും. അപ്പോൾ 9 മണിക്കൂർ 9.5 മണിക്കൂർ പിന്നെ ഭയങ്കര പാടാ. പിന്നെ അല്ലേ അത് അവിടെ ചെന്ന് കടന്നു പോവുകയുള്ളൂ. പിന്നെ വേറെ ക്രൂവിനെ ഒക്കെ തപ്പണം. അതൊന്നും കോടികളുടെ നഷ്ടം വരും. അപ്പോൾ സാധാരണ ഈ പൊങ്കാല സമയമാകുമ്പോഴത്തേക്ക് ഫെബ്രുവരി മാസമാണ് സാധാരണ ഒരാൾ. എനിക്ക് കുറി വീഴുമെന്നറിയാം. ഞാൻ ഒരാഴ്ചക്ക് മുമ്പേ പണി ആരംഭിക്കും. ഈ വേളി ഭാഗത്തെങ്ങാണ് ഗ്യാബിംഗ് ക്രൂ ഉണ്ട്, അവരെയൊക്കെ തപ്പിയെടുക്കും. പിന്നെ നമ്മൾ പറയുന്നത് അനുസരിക്കുന്ന, അല്ലെങ്കിൽ റൈറ്റ് സെൻസിൽ എടുക്കുന്ന ക്യാപ്റ്റന്മാരെ എങ്ങനെയും റോസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഭയങ്കര പാടാ. ചില സന്ദർഭങ്ങളിൽ ഡിലേ വന്നിട്ടുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ വ്യക്തിപരമായ സ്വാധീനം കൊണ്ട് വിമാനം ഓടിക്കുന്ന കമാൻഡർ, അദ്ദേഹത്തിനൊക്കെ ആ കാലത്ത് 8, 10, 12 ലക്ഷം രൂപ വൈറ്റായിട്ട് കിട്ടും. എനിക്ക് അറിയാം. അവർ ബൈക്കിന്റെ പുറകിൽ തൊപ്പി ഊരി പെട്ടിക്കകത്ത് വെച്ച് ടൈ ഓപ്ലെറ്റ്സ് ഊരി വെച്ചിട്ട് ബൈക്കിന്റെ പുറകിൽ വന്ന് സമയത്ത് ഫ്ലൈറ്റ് വിട്ട സമയങ്ങൾ ഞാൻ നന്നായിട്ട് ഓർക്കും. ഞാനിത് പറഞ്ഞത്, സഭായോഗത്തിനകത്ത് സ്വാഗതഗാനം എന്നും പറഞ്ഞൊരു ഗാനമില്ല. സ്തുതിഗാനമേ ഉള്ളൂ, സ്തോത്രഗാനമേ ഉള്ളൂ. അത് ആരംഭിക്കുമ്പോൾ ആരാധന ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സമയത്ത് സഭായോഗങ്ങളിൽ വിശ്വാസികളായ നാം എല്ലാവരും വരണം. ഇത് പാരമ്പര്യത്തിലെടുത്താൽ എനിക്ക് 130 വർഷത്തെ പാരമ്പര്യം എടശ്ശേരി സഭയെ പറയാനുണ്ട്. കാരണം സൈമൺ സാർ ആദ്യം എടശ്ശേരി സഭയിലാണ് കർത്തൃമേശയോടുകൂടി ദൈവത്തെ ആരാധിച്ചത്. പുത്തങ്കാവില് തമിഴ് ഡേവിഡ് സഹോദരന്റെ സുവിശേഷ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ട ആളാണ്. ഇനിയും വന്നു കഴിഞ്ഞാൽ ഈ കസേര വലിച്ച് നീക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, ഭയങ്കര ഇറിറ്റേഷനാണ്. ഈ മുന്നേ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം, ഈ കസേര വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കും. പാടില്ല. ലേറ്റായിട്ട് വരുന്നവർ വളരെ കെയർഫുൾ ആയിരിക്കണം. ദൈവസന്നിധിയുടെ മാന്യത സൂക്ഷിക്കണം. കസേര വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. കഴിഞ്ഞ ആഴ്ച ഞാൻ ബാംഗ്ലൂരിലെ ഒരു സ്ഥലം സഭയിലാണ് പോയത്.
ഇന്ത്യയിലെ സർവേ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ട്രാഫിക് ജാം ഉള്ള സിറ്റി ബാംഗ്ലൂറാണ് ഇപ്പോഴും. അവിടെ ഞാൻ പോയ സ്ഥലം സഭയ്ക്കകത്ത് ഒരു 1.5 വർഷത്തെ പഴക്കമേ ആ സ്ഥലം സഭയിൽ കാണത്തുള്ളൂ. വേറൊരു സ്ഥലം സഭയിൽ നിന്ന് ഒത്തിരി വിശ്വാസികൾ അവിടെ വർദ്ധിച്ചുകൊണ്ട് അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാഞ്ഞതുകൊണ്ട് അവര് ബാംഗ്ലൂരിന്റെ വേറൊരു പ്രദേശത്ത് വേറൊരു സഭാ കൂടി വരെ തുടങ്ങി. അവിടെ ഒരു 200 അടുപ്പിച്ച് വിശ്വാസികളുണ്ട്. ചെയറുണ്ട്, ധാരാളം കുഞ്ഞുങ്ങളുമുണ്ട്. എല്ലാം യുവ ദമ്പതികളാണ്. അവരുടെ കയ്യിൽ എല്ലാം പൊടിക്കുഞ്ഞുങ്ങളുണ്ട്, 1-2 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ കുറച്ച് പുറകിലായിരുന്നത്. അപ്പോൾ ഇവരെയൊക്കെ കൊണ്ടുവരുന്നതും അവർ വരുന്നു. എല്ലാവരും 100% സമയത്ത് വന്നില്ല, എന്നാലും ഒരു 90-95% വിശ്വാസികള് ആരാധനയുടെ ആദ്യ പ്രസ്താവന നടത്തുമ്പോൾ അതിലെ ഉണ്ടായിരുന്നു. പിൻ ഡ്രോപ്പ് സൈലൻസ്. പിള്ളേർ ഓടിക്കളിക്കാനൊന്നും അവിടെ സമ്മതിക്കത്തില്ല. ആരെങ്കിലും പിള്ളേർ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് അവരെ സൂക്ഷിക്കുക എന്നുള്ളത്. ശല്യം ഉണ്ടാക്കുകയോ ആഹാരം ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവന് സൈഡ് റൂമുണ്ട്, അവിടെ പൊക്കോണം. തിരിച്ച് അവിടെ ഇരിക്കുന്ന ചെയറില്, അതൊരു റെന്റഡ് പ്ലേസ് ആണ്, 25,000 രൂപ പെർ ഡേ അതിന്റെ വാടക എല്ലാ സൺഡേയിലും. അവിടെ സഹോദരിമാരുടെ വാനിറ്റി ബാഗ് പോലും അത് വെക്കാനായിട്ട് അവർ സമ്മതിക്കത്തില്ല. ബൈബിള് വെക്കാം, വാനിറ്റി ബാഗ് വെക്കാൻ സമയം. അത്ര സ്ട്രിക്റ്റാണ്. നല്ല സ്ഥലം സഭയാ. ആരാധന തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കർത്താവിങ്കിൽ നിന്ന് ശ്രദ്ധ മാറ്റാനായിട്ട് പറ്റത്തില്ല. ഇറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ്, പേഴ്സണൽ എക്സ്പീരിയൻസ്. ദൈവസന്നിധിയിലാണ് പറയുന്നത്. ഞാൻ ഇന്നത്തെ വചന ശുശ്രൂഷ വളരെ ലളിതമായ സാധാരണ ഉള്ളതുപോലെ ഉള്ള വിഷയങ്ങൾ മാത്രമാണ് എനിക്ക് എപ്പോഴും കിട്ടാറുള്ളത്. ഞാനൊരു 5-6 മാസം മുമ്പ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും വായിച്ചു വരികയാണ്. ഇന്ന് ആ വായന രാവിലെ 37-ാം സങ്കീർത്തനത്തിൽ വരെയായി. അപ്പോൾ അന്ന് എൻ്റെ ഹൃദയത്തിൽ വായിച്ചു വന്നപ്പോൾ എന്നെ കയറി ഉടക്കിയ ഒരു തിരുവഴുത്തിന്റെ ഭാഗമാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കും. ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായം 29-ാമത്തെ വാക്യം. ജെനസിസ് ചാപ്റ്റർ 46 വേഴ്സ് 29. ജോസഫ് വ്രതം കെട്ടിച്ച് അപ്പനായ ഇസ്രയേലിനെ എതിരേൽപ്പാൻ ഗോശാനിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും വളരെ അടുത്തറിയാവുന്ന കഥാപാത്രങ്ങളാണ്, സംഭവങ്ങളാണ്. ക്ഷമിക്കണം, എൻ്റെ സ്വരം പോരാ. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെതായ ഇതുകൊണ്ടാണ്. ജോസഫ് ഏറെ നേരം തൻ്റെ പിതാവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കരച്ചിൽ ജീവിതത്തിലെ ഒരു സാധാരണ സംഭവമാണ്. മനസ്സും ശരീരവും അതിൽ ഏകോപിക്കപ്പെട്ടെങ്കിൽ മാത്രമേ കരയുവാനായിട്ട് പറ്റുകയുള്ളൂ. ചെറിയാൻ സാറ് പറഞ്ഞിട്ടുണ്ട്, പണ്ട് തമിഴ്നാട്ടിലൊക്കെ മരിച്ചാൽ ആൾക്കാരെ വാടകയ്ക്ക് കിട്ടും കരയിപ്പിക്കാനായിട്ട്. അവര് വന്ന് പൈസയ്ക്ക് വേണ്ടി കരയും. മാറിയിരുന്ന് സാറിന്റെ പ്രസംഗമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. മുറുക്കുകയൊക്കെ ചെയ്യും വളരെ ഗൗരവമായിട്ട്. ആ മുറുക്കൊക്കെ കഴിഞ്ഞ് തൂപ്പി കഴിഞ്ഞിട്ട് വീണ്ടും വന്നിരിക്കും. അവരിങ്ങനെ എങ്ങലടിച്ച് ഇങ്ങനെ കരയും, കണ്ണുനീരൊക്കെ വരുന്നുണ്ടെന്ന് അവർ. അത് മനസ്സും ശരീരവും കൂടെ ഏകോപിപ്പിച്ചുള്ള കരച്ചിൽ അല്ല, പൈസയ്ക്ക് വേണ്ടിയുള്ള കരച്ചിൽ. എന്നാൽ ജോസഫ് ഇവിടെ തൻ്റെ പിതാവിനെ കണ്ട് ഏറെ നേരം കരഞ്ഞു എന്ന് നാം ഇപ്പോൾ വായിക്കുകയുണ്ടായി. കരച്ചിലിന് രോദനം, നിലവിളി എന്നൊക്കെ അനേക പദപ്രയോഗങ്ങൾ തിരുവഴുത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ നിലവിളിയുടെ പരാമർശം എവിടാണെന്ന് അറിയാമോ? വചന ശുശ്രൂഷയല്ലേ. ഞാൻ ഈ ലളിതമായ ചിന്തകളെ എൻ്റെ മനസ്സിൽ പെടുത്തുള്ളൂ. കാരണം അധികം ബുദ്ധിയില്ലാത്ത മനുഷ്യനാണ് ഞാൻ. ഗൗരവമായി പഠിച്ചാൽ ഗ്രഹിക്കാനും എനിക്ക് പറ്റത്തില്ല.
ആദ്യ നിലവിളി ഹാബേലിന്റെ നിലവിളിയാണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹാബേലിന്റെ രക്തത്തിന്റെ നിലവിളി, അതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പറയുന്നു. ആദ്യം നിലവിളിച്ചതാരാണെന്നറിയാമോ? വേദപുസ്തകത്തിൽ ആദ്യം നിലവിളിച്ചതാരാ? ആരാ? ഹാഗാർ. ഹാഗാർ നിലവിളിച്ചു. ശരിയാണ്, ഹാഗാർ നിലവിളിച്ചിട്ടുണ്ട്. പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് ഹാഗാർ നിലവിളിച്ചത്. അബ്രഹാമും നിലവിളിക്കുന്നുണ്ട്. അബ്രഹാം എപ്പോഴാ നിലവിളിച്ചതെന്ന് അറിയാമോ? സഹോദരിമാരൊക്കെ പറയണം, സഹോദരിമാരുമായിട്ടൊക്കെ നേരിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതെല്ലാം വേദപുസ്തകത്തിലെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നും ഈ നോട്ടി ക്വസ്റ്റ്യൻസ് ഒന്നും എൻ്റെ കയ്യിലില്ല. അബ്രഹാം നിലവിളിച്ചിട്ടുണ്ട്. എപ്പോഴാണെന്നറിയാമോ? സാറ മരിച്ചപ്പോൾ അബ്രഹാം നിലവിളിക്കുന്നുണ്ട്. ആ നിലവിളിയുടെ പിന്നാമ്പുറമെന്ന് പറയുന്നത് തൻ്റെ ഭാര്യയോടുള്ളതായിരിക്കുന്ന നിർവ്യാജമായ ഹൃദ്യമായ ദൈവവചനം അനുസരിക്കുന്ന സ്നേഹമുണ്ടായിരുന്നത് കൊണ്ടാണ് അബ്രഹാം നിലവിളിച്ചത്. അബ്രഹാം കരഞ്ഞു. ഭാര്യാഭർത്തൃ സ്നേഹത്തിന്റെ ഊഷ്മളതയിൽ കരഞ്ഞു. ദാവീദ് രാവിലെയും ഉച്ചയ്ക്കും, കാലത്തും വൈകിട്ടും ഉച്ചയ്ക്കും 3 നേരം സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞു എന്ന് സങ്കീർത്തനത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഈ ജോസഫിന്റെ കരച്ചില് ഇതിൽ നിന്നും തികച്ചും വിഭിന്നമായ കരച്ചിലായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ സന്ദേശമായിട്ട് ഞാൻ അതിനെ പഠിക്കാൻ, എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രായോഗികമാക്കുവാൻ കഴിയുമോ അത്രത്തോളം പ്രായോഗികമാക്കുവാൻ, മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നന്മയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കുവാൻ ഇടയാകട്ടെ എന്നുള്ള നിലയിലാണ് ഇത് സന്ദേശമായിട്ട് രൂപപ്പെടുത്തുവാനായിട്ട് ഞാൻ നിർബന്ധിക്കപ്പെട്ടത്. 8 പ്രാവശ്യം ജോസഫ് കരഞ്ഞു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അത് 7 ആയാലും കുഴപ്പമില്ല. ഞാൻ ഈ സന്ദേശം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു 2-3 ആഴ്ചക്ക് മുമ്പാന്ന് തോന്നുന്നു, എൻ്റെ കസിനാണ് മാത്തുക്കുട്ടി അളിയന്റെ ഭാര്യ എന്ന് പറയുന്നത്. ഞാൻ സൂസാൻറ്റിക്കോട് പറഞ്ഞു, എടി നീ ഒന്ന് നോക്കണം, ഉൽപ്പത്തി പുസ്തകം ഇത്ര അധ്യായം തൊട്ട് ഇത്ര വരെ ജോസഫ് എത്ര പ്രാവശ്യം കരഞ്ഞു, എക്സസൈസ് ഇട്ട് കൊടുത്ത. അദ്ദേഹം പുള്ളിക്കാരി ഇപ്പൊ ക്യാൻസർ ട്രീറ്റ്മെന്റിലായതുകൊണ്ട് വചനം വായിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെയുള്ള നല്ല സന്ദർഭമാണ്. പുള്ളിക്കാരി പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പഠിച്ചു, 7 ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു അത് ശരിയാകും. അതായത് ഈ ജോസഫ് ഒടുവിൽ കരയുന്നത് തൻ്റെ പിതാവിന്റെ മരണത്തോടുള്ള ബന്ധത്തിലാണ്. അത് വേണേ 1-ഓ 2-ഓ ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 8, 7 ആണെന്ന് പറഞ്ഞാലും ശരി. ജോസഫ് കരഞ്ഞു. എന്തടിസ്ഥാനത്തിൽ കരഞ്ഞു? ഒന്നും ജോസഫ് ഓർത്ത് കരഞ്ഞില്ല. അബ്രഹാം ഓർത്താണ് കരഞ്ഞത്. എൻ്റെ ഭാര്യയുമായിട്ടുള്ളതായിരിക്കുന്ന കുടുംബജീവിതത്തിന്റെ മാന്യത, അതിൻ്റെ സുഖം, അതിൻ്റെ സന്തോഷം ഓർത്ത് അബ്രഹാം കരഞ്ഞു. ജോസഫ് ഓർത്ത് കരയുകയല്ലായിരുന്നു. ജോസഫ് നേരിട്ട് മനസ്സിലാക്കി അനുഭവിച്ച് കരയുകയായിരുന്നു. കരയേണ്ട സന്ദർഭത്തിൽ ജോസഫ് കരഞ്ഞോ? മാനുഷികമായ നിലയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ജോസഫിന് ജീവിതത്തിൽ കരയേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. ജോസഫ് അവിടെ എങ്ങും കരഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ഈ ഉൽപ്പത്തി പുസ്തകം ജോസഫിന്റെ വിഷയം ഒരു 3-4 പ്രാവശ്യം തിരുവഴുത്തി ഇങ്ങനെ വളരെ സാവധാനം ഞാൻ വായിച്ചു. ജോസഫ് അവിടെ എങ്ങും കരഞ്ഞില്ല. കുഴിയിലിട്ടപ്പോൾ ജോസഫിന് കരയാമായിരുന്നു, ഇല്ലേ? കരയാമായിരുന്നു. ജോസഫ് കരഞ്ഞോ? കരഞ്ഞിട്ടുണ്ടോ? വെറും സാധാരണ കുഴിയല്ലത്, ഉപയോഗശൂന്യമായ കുഴി, വൃത്തിയില്ലാത്ത കുഴി, പാമ്പുകളുള്ള കുഴി. യോ, എന്നെ ഇവിടെ ഇടരുതേ. ജോസഫ് കരഞ്ഞോ? കരഞ്ഞോ? വേദപുസ്തകം വീട്ടിൽ ചെന്ന് വായിക്കണം. ഇതൊക്കെയാണ് തിരുവഴുത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്ന
മാന്യമായ, നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, ദൈവകൃപയിൽ നിലനിർത്തുന്നതായിരിക്കുന്ന സംഭവങ്ങൾ ഇതാണ്. ജോസഫ് അവിടെ കരഞ്ഞില്ല. കുഴിയിലിട്ടപ്പോൾ കരഞ്ഞില്ല. വിറ്റപ്പോൾ കരഞ്ഞോ? വിറ്റപ്പോഴും കരഞ്ഞില്ല. വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടില്ല. കരഞ്ഞിരുന്നെങ്കിൽ നാം സ്നേഹിക്കുന്ന ഈ വചനത്തിൽ അത് രേഖപ്പെടുത്തിയേനെ. കരഞ്ഞില്ല. ഞാനത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ വേദപുസ്തകം രേഖപ്പെടുത്തിയേനെ. കരഞ്ഞിട്ടില്ല. ഇനിയും പൊത്തിഫേറിന്റെ ഭവനത്തിലെ ബലാത്സംഗത്തിനു വേണ്ടി അവരെ ആവശ്യമില്ലാതെ പിടിച്ച് ജയിലിലാക്കി. കരഞ്ഞോ ജോസഫ്? കരഞ്ഞതായിട്ട് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? കരഞ്ഞിട്ടില്ല. ഇനിയും പാനപാത്രവാഹകനോട് പറഞ്ഞു, എന്റെ കാര്യം നീ അവിടെ ചെല്ലുമ്പോൾ ഒന്ന് ഓർക്കണേ, ഞാൻ ഇത്രയും നന്മ നിനക്ക് പറഞ്ഞില്ലേ, സ്വപ്നത്തിന്റെ അർത്ഥമൊക്കെ പറഞ്ഞില്ലേ, അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എന്റെ കാര്യം കൂടെ ഒന്ന് പറയണേ. പറഞ്ഞതായിട്ടില്ല. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പാനപാത്രവാഹകൻ പറഞ്ഞു. ജോസഫ് അവിടെ ഓർത്തിരുന്ന് കരഞ്ഞതായിട്ടൊന്നും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ കരയേണ്ട സന്ദർഭങ്ങൾ പലതുണ്ട്. കരയണം, നല്ല കാര്യമാണ്. കരഞ്ഞാൽ പ്രഷർ ഒത്തിരി കുറയുമെന്നൊക്കെയാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. ഇമോഷൻസ് ഒക്കെ പുറത്ത് കൊണ്ടുവരണം. പ്രിയമുള്ളവരെ, വ്യക്തിപരമായി ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ചാണ് ജോസഫ് കരഞ്ഞത്. ജോസഫ് കരഞ്ഞ സന്ദർഭങ്ങളെല്ലാം ദൈവത്തെ ജീവിതാനുഭവത്തിലൂടെ നേരിട്ടറിഞ്ഞ് ജോസഫ് കരഞ്ഞു. ഇങ്ങനെയുള്ള കരച്ചിൽ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടതായിട്ടിരിക്കുന്നു. ജോസഫിന്റെ ജീവിതത്തില് സങ്കടത്തിന്റെ കരച്ചിലില്ലായിരുന്നു, സംതൃപ്തിയുടെ കരച്ചിലായിരുന്നു. ജോസഫ് കരഞ്ഞതെല്ലാം ജീവിതത്തിൽ സംതൃപ്തിയുടെ പാരമ്യത്തിലെത്തിയപ്പോൾ ജോസഫ് കരഞ്ഞതായിട്ട് നാം വായിക്കുന്നുണ്ട്. ദുഃഖത്തിന്റെ കരച്ചില് ജോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു പക്ഷെങ്കിലും ഉണ്ടാകും. എപ്പോഴാണെന്ന് അറിയാമോ? യാക്കോബ് മരിച്ചപ്പോൾ പിതാവ് മാറ്റപ്പെട്ടു എന്നുള്ളതായിരിക്കുന്ന ആ വേർപാടിന്റെ ദുഃഖം അനുഭവിച്ച ഒരു പക്ഷെങ്കിൽ ദുഃഖിച്ച് കരഞ്ഞ് കാണാം. അവിടെ കരഞ്ഞതായിട്ട് നാം വായിക്കുന്നുണ്ട്. എന്നാല് നിരാശയുടെ കരച്ചിൽ അവിടെ ഇല്ലായിരുന്നു. ജോസഫിന്റെ ജീവിതത്തിൽ നന്മ അനുഭവിച്ച് അറിഞ്ഞുള്ള കരച്ചിലായിരുന്നു. അല്ലയോ ദൈവമേ, ഈ നന്മകളൊക്കെ അനുഭവിപ്പാൻ എനിക്കെന്ത് യോഗ്യതയാണ്, ഇല്ലേ? ജോസഫിന്റെ കരച്ചിലിന്റെ മറ്റൊരു പ്രത്യേകത മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തിയുള്ള കരച്ചിലായിരുന്നു. ജോസഫ് കരഞ്ഞപ്പോൾ മിസ്രൈമിലുള്ളവരൊക്കെ അതിശയിച്ചു എന്ന് പറയും. നാം ആ തിരുവഴുത്തിൽ തന്നെ, ഇതെല്ലാം തിരുവഴുത്തിലെ അതേ സംഭവങ്ങൾ ഞാൻ വ്യക്തിപരമായ ധ്യാനത്തിലൂടെ എടുത്ത ചിന്തകൾ മാത്രമേ ഉള്ളൂ. വ്യക്തിപരമായി ജോസഫ് ദൈവം മുമ്പാകെ കരഞ്ഞപ്പോൾ ആ കരച്ചിൽ നിലവിളിയായിട്ട് മാറി. ഫറവോന്റെ കൊട്ടാരത്തിൽ പോലും കേട്ടു, മിസ്രൈമ്യരും കേട്ടു. അത്ഭുതപ്പെടുത്തുന്ന കരച്ചില്. നമ്മുടെ ജീവിതത്തിൽ നഷ്ടബോധമുണ്ടാകുമ്പോൾ കരച്ചിലുണ്ടാകും. പരാജയം സംഭവിക്കുമ്പോൾ, നഷ്ടം, ഷെയർ മാർക്കറ്റിൽ, എനിക്ക് ഷെയർ മാർക്കറ്റ് ഒന്നും ഇല്ല കാര്യമായിട്ട്, ഷെയർ മാർക്കറ്റില് ഒരുപാട് ലോസ് വരുമ്പോൾ ചിലര് കരയാറുണ്ട്. നഷ്ടബോധത്തിലുള്ള കരച്ചിൽ അല്ലായിരുന്നു ജോസഫിൻ്റെത്. ലാഭപൂർണതയിലുള്ള കരച്ചിലായിരുന്നു. സ്വയം അത്ഭുതപ്പെട്ടും മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തിയുമുള്ള കരച്ചിലായിരുന്നു. ഞാൻ ഒരുപാട് നാമവിശേഷണങ്ങൾ പറഞ്ഞു. ദൈവം മുൻപാകെ അത്ഭുതപ്പെട്ടു പോയി. അല്ലയോ, ഞാനൊരു അത്ഭുത വിഷയമായി തീർന്നത്. 70-ാം സങ്കീർത്തനത്തില് ഇങ്ങനൊരു തിരുവഴുത്തുള്ളതായിട്ട് എനിക്കൊരു ഓർമ്മ വരുന്നു. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. 7-ാം സങ്കീർത്തനത്തിലാണെന്ന് തോന്നുന്നു. ജോസഫ് വളരെ അത്ഭുതത്തോടു കൂടിയാണ് ദൈവം മുൻപാകെ കരയുന്നത്. അത് മറ്റനേകരെ അത്ഭുതപ്പെടുത്തിയതായിട്ട് കരയും.
വിജയത്തിന്റെ കരച്ചിൽ, സ്നേഹത്തിന്റെ കരച്ചിൽ, സംതൃപ്തിയുടെ കരച്ചിൽ. സ്നേഹത്തിന്റെ കരച്ചിൽ എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ കണ്ടതിലുള്ള സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കരച്ചിൽ. പിതാവിനെ കണ്ടപ്പോൾ ഉള്ളതായിരിക്കുന്ന ആ സ്നേഹം. ഏറെ നേരം കരഞ്ഞു എന്ന് നാം വായിച്ച ഭാഗത്തുണ്ട്. അതിൻ്റെ എബ്രായ ഭാഷയിലെ അർത്ഥം, എനിക്ക് എബ്രായ ഭാഷ ഒന്നും അറിയത്തില്ല, ഒരു വാക്ക് പോലും അറിയത്തില്ല. ചില പരാമർശങ്ങൾ, കമന്ററികൾ വന്നിരിക്കുന്ന എബ്രായ ഭാഷയില് തുടർമാനമായി കരഞ്ഞുകൊണ്ടിരുന്നതാ എന്ന് പറഞ്ഞാൽ, ഈ ജോസഫ് തന്റെ അപ്പനെ എപ്പോഴൊക്കെ കാണുമോ അപ്പോഴെല്ലാം ജോസഫ് അങ്ങ് കരയുക. ദുഃഖം കൊണ്ടാണോ കരഞ്ഞത്? ആണോ? അല്ല. അയ്യോ, ദൈവത്തിന്റെ പ്രവൃത്തി എത്ര ഭയങ്കരം! എനിക്ക് ഭാവന, അൺഇമാജിനബിൾ, അൺഫാതമബിൾ എന്നൊക്കെ പറഞ്ഞാലായിരിക്കും നല്ല നിലയിലുള്ള വാക്കുകൾ കിട്ടുന്നത്, അല്ലേ? അതായത് വിവരിക്കുവാൻ കഴിയാത്ത നിലയിലുള്ള സന്തോഷത്തിന്റെ പരിപൂർണതയിൽ ജോസഫ് കരഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന വഴികളിൽ നാം സംതൃപ്തരായി തീരാറുണ്ടോ? സംതൃപ്തരായി തീരാറുണ്ടോ? ഏതു വഴിയാകട്ടെ, അതിൽ ദൈവത്തിന്റെ വഴികളാണെന്ന് മനസ്സിലാക്കിയെടുക്കുവാനുള്ള ആ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ടോ? അതോ പേക്കോലം പിടിച്ച് ഇങ്ങനെ യാതൊരു പ്രതീക്ഷകളും ഇല്ലാതെ ദൈവത്തിൽ ആശ്രയിക്കാതെ ഉള്ളതായിരിക്കുന്ന നിരാശാജനകമായിരിക്കുന്ന കരച്ചിൽ ആണോ? നാം ഒരു കാര്യം മനസ്സിലാക്കണം. ജോസഫിന്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ആരംഭിക്കുന്നത്, അതായത് നന്മവശങ്ങൾ, തനിക്ക് തിന്മയെന്ന് തോന്നുന്നതും എല്ലാം ആരംഭിക്കുന്നത് കേവലം ഒരു വിൽപ്പനയിൽ കൂടെയാണ്, അല്ലേ? വിൽപ്പനയാണ് ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ട് ജോസഫിന്റെ ജീവിതത്തിൽ വന്നത്. ആ വിൽപ്പന കുഴിയിൽ പിടിച്ചിടുന്നു, പിന്നെ വിൽക്കുന്നു, യാത്ര ചെയ്യുന്നു, മറുരാജ്യത്തേക്ക് പോകുന്നു, ജയിലിൽ പോകുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ. ഒരു വിൽപ്പന കൊണ്ട് ജോസഫിന്റെ ജീവിതം ആകെ മാറ്റിമറിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല, ഒരു ജാതിക്ക് ഒരു പുതിയ ചരിത്രം ഉണ്ടാക്കിയെടുത്തു. നാം ഒരു കാര്യം കൂടെ ഓർക്കണം. ഈ അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ അബ്രഹാം ഭാര്യ മരിച്ചപ്പോൾ കരഞ്ഞു എന്ന് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ, ഇന്ന് നിങ്ങൾക്കെല്ലാം അറിയാം, മധ്യപൂർവ്വ ദേശം എന്ന് പറയുന്നത് ഇങ്ങനെ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം നമുക്കെല്ലാം അത്യാവശ്യം കയ്യിലെല്ലാം ഫോണില്ലേ, നോക്കിയാൽ മതി, യൂട്യൂബ് വഴിയൊക്കെ നോക്കിയാൽ മതി, എന്തും പഠിക്കാം, എന്തും അറിയാനുള്ള സാഹചര്യങ്ങളുണ്ട്. തുടക്കം ആരാന്നറിയാം? ഈ അബ്രഹാം അവിടെ ചെന്ന് വസ്തു വാങ്ങിച്ചതാ, അല്ലേ? ലോകത്തിന്റെ ചരിത്രം മുഴുവൻ ഇന്ന് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ സ്ഥലമാണ്. ഞാൻ ആ വിഷയം സന്ദർഭോചിതമായി പറഞ്ഞെന്ന് മാത്രമേ. കഠിന ശോധനയിലൂടെ കടന്നുപോയ ജോസഫ് എപ്പോഴെങ്കിലും വിഷാദിച്ചിരുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ജോസഫിന്റെ ജീവിതം എന്ന് പറയുന്നത് മുഴുവൻ ശോധനയാണ്, മുഴുവൻ ശോധന. ഈ മുഴുവൻ ശോധനയില് ഏതെങ്കിലും ഒരു റെഫറൻസ് കണ്ടിട്ടുണ്ടോ? ജോസഫ് മ്ലാനവദനായിരുന്നു, ദുഃഖിച്ചിരുന്നു, പ്രാഗിയിരുന്നു, ശപിച്ചിരുന്നു, ഏതെങ്കിലും ഒരു തിരുവെഴുത്തുണ്ടോ? ഉണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല. ഒരു പരാതിയും ആരോടും പറഞ്ഞിട്ടില്ല, ദൈവത്തോടും പറഞ്ഞിട്ടില്ല. അവ എന്നെ അത്ഭുതപ്പെടുത്തിയത്. അല്ലയോ ദൈവമേ, എന്റെ സഹോദരന്മാര് എന്തിനായി ഈ പേക്കോലമൊക്കെ കാണിച്ചു വെക്കുന്നത്? എൻ്റെ അപ്പൻ എന്നോട് കുറച്ച് കൂടുതൽ സ്നേഹം ഉള്ളതുകൊണ്ട് ഒരു അങ്കിയൊക്കെ തന്നു. ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഞാൻ എന്തോ ചെയ്തിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്? എന്നെ ഈ വലിയ പ്രശ്നത്തിലേക്ക് ആക്കാൻ വേണ്ടിയാണോ ഇവരെന്നെ കുഴിപ്പിടിച്ചിടാൻ ഈ സ്വപ്നം കാണിച്ചതൊക്കെ? ദൈവത്തോട് പരാതി പറഞ്ഞായിട്ട് കാണുന്നുണ്ടോ? ഉണ്ടോ സഹോദരന്മാരെ? ജോസഫിന്റെ ജീവിതത്തിൽ ഒരു പരാതിയും പറഞ്ഞതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. ജോസഫിന്റെ ജീവിതത്തിലെ വേറെ ചില നന്മവശങ്ങളോട് പറയാം. കഠിനാധ്വാനമുള്ള മനുഷ്യനായിരുന്നു. ഏത് മേഖലയിൽ ചെന്നാലും അവിടെ കഠിനാധ്വാനം ചെയ്യുവാൻ, സന്ദർഭോചിതമായിട്ട് ശരിയായ നിലയിൽ പ്രവർത്തിക്കുമായിരുന്നു. ഒരു കാര്യം കൂടെ ഉണ്ട്,
പരമാർത്ഥത എന്നൊരു വിഷയമുണ്ട്. യോസഫിന്റെ അരിക്കല് ഈ സഹോദരന്മാരെല്ലാം കൂടെ ചെന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ പരമാർത്ഥികളാണ്. എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിൻ്റെ അകത്ത്? ഒരർത്ഥവുമില്ല. എന്നാൽ ജോസഫിന്റെ ജീവിതത്തിൽ ആദ്യോടന്തം പഠിക്കുമ്പോൾ പരമാർത്ഥത വിട്ടുമാറാത്ത മനുഷ്യനായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യം, പ്രതിസന്ധികളിലും സ്വഭാവത്തിന് വ്യതിയാനം വരുന്നില്ല. അൺചേഞ്ചിങ് ക്യാരക്ടർ. നിങ്ങൾ അതിനോട് യോജിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് പ്രശ്നം വന്നാലും തന്റെ സ്വഭാവത്തിന് യാതൊരു ഗതിഭേദത്താൽ ആച്ഛാദനം സംഭവിക്കാത്ത, ഏത് സാഹചര്യങ്ങളിലും ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്ന സ്വഭാവം, ദൈവം തന്നെ ആശ്രയമായിരിക്കുന്ന സ്വഭാവം, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നു. തിരുവഴുത്തിലെ വാക്കാണ്, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നു. ശക്തമായ സന്ദേശം നൽകുന്ന ജോസഫാ. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ വിചാരിക്കും ജോസഫ് ഒരു പാവത്താനാണ്, പരമാർത്ഥതയുള്ളവനാണ്, മിണ്ടാതിരിക്കും. എന്നാൽ ശക്തമായ സന്ദേശം നൽകി. ഈ യോസഫിന്റെ സഹോദരന്മാരൊക്കെ മിസ്രൈമിൽ വന്ന് പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട് കള്ളവും കൊള്ളത്തരവും ഭാഗിക സത്യങ്ങളും ഒക്കെ ഒരുപാട് പറഞ്ഞു. എന്നിട്ട് ജോസഫ് അവരോട് പറഞ്ഞു, നിങ്ങളൊക്കെ പൊക്കോ, എന്നാലേ ഇന്നാരെ ഞാൻ ഇവിടെ പിടിച്ചിടുകയാണ്, നിങ്ങൾ പോകണം. അപ്പോൾ അവര് പല അടവുകളൊക്കെ ജോസഫിന്റെ അടുക്ക പറയാൻ ശ്രമിക്കുമ്പോൾ ജോസഫ് ഒരു വാക്ക് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അനുജനെ അവിടെ പിടിച്ചിട്ടേച്ച് കൊണ്ടുവരാതിരുന്നാൽ നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല. ചൂടായിട്ടൊന്നും അല്ലത് പറഞ്ഞാണോ? ഞാൻ ആ സന്ദർഭം ഇങ്ങനെ മനസ്സിൽ, നിങ്ങൾ പൊക്കോ, നിങ്ങൾ പറയുന്ന പോലൊക്കെ ചെയ്യുകയാണെങ്കിൽ യു ആർ നോട്ട് ഗോയിങ് ടു സീ മൈ ഫേസ് എന്ന് പറഞ്ഞാൽ ഇനിയും ആഹാരം കിട്ടാൻ സാധ്യതയില്ല, നിങ്ങൾ ഇങ്ങോട്ട് വരികയേ വേണ്ട, അവിടെ തന്നെ ഇരുന്നാൽ മതി. ഈ നമ്മുടെ സഭ ക്ഷമിക്കണം, സ്പർജൻ സാറൊക്കെ വലിയ പോലീസ് ഓഫീസേഴ്സാണ്. ഈ താഴത്തെ പോലീസുകാരൊക്കെ ചീത്തയും അതും ഇതൊക്കെ പറയും, പോളാവാത്ത എന്നൊക്കെ പറയും, അടിക്കാനും പിടിക്കാനും. ഇവരെനിക്കലെ കാണാൻ ചെന്നാല് ഇവരായാലും ചൂടായി പറയും, പറയത്തേ ഇല്ല. ഇവർ പറയാൻ യാതൊരു സാധ്യതയുമില്ല. അവരിങ്ങനെയുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ, അതായത് ഫൈനൽ വേർഡിക്റ്റ് അങ്ങോട്ട് പറയത്തുള്ളൂ. ഇതേ സ്വഭാവമായിരുന്നു ജോസഫിന്റെ. നിങ്ങൾ പൊക്കോ, സഹോദരനെ കൊണ്ടുവരാൻ താല്പര്യമില്ലെങ്കിൽ എൻ്റെ മുഖം കാണാനായിട്ട് കഴിയുകയില്ല. ശക്തമായ സന്ദേശം. ഞാൻ ജോസഫിന്റെ ജീവിതത്തിന് നേരിട്ട് മനസ്സിലാക്കിയെടുത്ത ചിന്തകളാണ്. വ്യസനം പ്രകടമാക്കാത്ത ജോസഫ്. എപ്പോഴേലും സന്ദർഭത്തില് ജോസഫ് ദുഃഖിച്ചെന്നോ ദുഃഖിച്ച് കരഞ്ഞെന്നോ മ്ലാനവതനായിരുന്നോ എന്നൊന്നും വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുകയില്ല. പിന്നെ ഞാൻ പലപ്പോഴും ഒക്കെ റേഷൻ വാങ്ങിക്കുന്ന ആളാണ്, സ്ഥിരം. ഞങ്ങളുടെ റേഷൻ കടക്കാരനോട് നല്ല മനുഷ്യനാണ്, 30 വർഷത്തെ പരിചയം അദ്ദേഹത്തോടുണ്ട്. നല്ല അരിയൊക്കെ വന്നാൽ ഇങ്ങോട്ട് വിളിച്ചു പറയും, സാറേ അരി വന്നിട്ടുണ്ട്, വന്നാൽ തരാമത്. ഈ റേഷൻ സമ്പ്രദായം തുടങ്ങിയത് ആരാന്നറിയാമോ? ജോസഫാ തുടങ്ങിയത്. ജോസഫിന്റെ കാലത്താ തുടങ്ങിയത്. ഭയങ്കര രാജ്യതന്ത്രജ്ഞനുമായിരുന്നു. അതായത് മിസ്രൈമില് കാശ് കൊടുത്ത് അവരുടെ കാശ് തീർന്നപ്പോൾ പിന്നെ അരി വാങ്ങിക്കണേല് നെല്ല് വാങ്ങിക്കണേല് കാശില്ലാതായി. അപ്പൊ പറഞ്ഞ ആടുമാടുകളൊക്കെ കൊണ്ടുവരാത്തത്. അതിനെ കൊടുത്ത് തീർന്നു കഴിഞ്ഞപ്പോ പിന്നെ ഇല്ല, എന്നാ പറഞ്ഞിട്ട് നിലന്താ വിത്ത് തരാമെന്ന്. ഇതാണ് രാജ്യതന്ത്രജ്ഞത എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ബുദ്ധിശാലികൾക്കുള്ള കാര്യം. ഈ ജോസഫ് നമ്മൾ വിചാരിക്കും പാവത്താരാണ്, പക്ഷെങ്കിൽ ഭയങ്കര ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു. ഇനിയും സമയം തീർന്നുകൊണ്ട് 1-2 കാര്യം കൂടെ പറയാം. ദൈവത്തെക്കുറിച്ചുള്ള പരാമർശം ജോസഫിന്റെ ചരിത്രത്തിൽ, ജീവിതത്തിൽ ആദ്യോടന്തം കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ദൈവത്തെ പരാമർശിക്കുക ഏത് കാര്യത്തിലും. അപ്പൻ്റെ അരികെ ചെല്ലുമ്പോഴും സഹോദരന്മാരരികെ ചെല്ലുമ്പോഴും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, ഞാനിവിടെ വന്നത് എന്നെ ഇഷ്ടപ്രകാരമല്ല, ഞാനിവിടെ വരണമെന്നുള്ളത് ദൈവം ഇഷ്ടപ്പെട്ടു.
ദൈവം തീരുമാനിച്ചു, അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുവാൻ, പട്ടിണി കിടന്ന് മരിക്കാതിരിപ്പാൻ ദൈവം എന്നെ ഇവിടെ കൊണ്ടായി. ദൈവത്തെക്കുറിച്ചുള്ള പരാമർശം ജോസഫിന്റെ ജീവിതത്തിൽ അനുനിമിഷം കണ്ടെത്തുവാനായിട്ട് കഴിയും. ഇനി ഈ സഹോദരന്മാര് ജോസഫിനെ ചെന്ന് കാണുമ്പോൾ ഈ ജോസഫിനെ അവർക്ക് മനസ്സിലായില്ല. ആയോ? മനസ്സിലായി. എന്താ ജോസഫിനെ സഹോദരന്മാർക്ക് മനസ്സിലാകാഞ്ഞെന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊന്ന് സ്വയം പഠിക്കുന്നത് നല്ലതായിരിക്കും. എന്തുകൊണ്ടാണ് മനസ്സിലാകാൻ? ഞാൻ പഠിച്ച 3-4 പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ശരിയാകണമെന്നില്ല. ഈ വിഷയത്തിനകത്ത് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ കാണും. അതിൻ്റെ അകത്ത് നിങ്ങൾ യോജിക്കരുത്. എല്ലാവർക്കും അവരുടേതായിരിക്കുന്ന തന്മയത്വം, വിഷൻ ഉണ്ടായിരിക്കണം. ജോസഫിനെ ഇവർക്ക് മനസ്സിലാകാതിരിക്കാനുണ്ടായിരുന്ന പല കാരണങ്ങളിൽ ഒന്ന് ലോങ് ഗ്യാപ്പായിരുന്നു. ദീർഘനാളത്തെ ശേഷമാണ് ഈ സഹോദരന്മാർ ഇവിടെ കാണുന്നത്. കാരണം 17-ാമത്തെ വയസ്സിൽ ജോസഫിനെ പൊട്ടക്കുഴിയിലിട്ടു. പിന്നെ അവര് ഇസ്മായിലിയർക്ക് വിറ്റു. പിന്നെ ജോസഫിനെ അവര് കാണുന്നില്ല. പിന്നെ ജോസഫിനെ കാണുന്നത് ഏതാണ്ട് 22 വർഷങ്ങൾക്ക് ശേഷമാണ്. അത് ഒരു കാരണമാകാൻ സാധ്യതയുണ്ട്. 2, ഇപ്പോഴത്തെ ജനറേഷൻ പോലെ അന്നും താടിയുണ്ട് എല്ലാവർക്കും. ഈ 17-ാമത്തെ വയസ്സില് ഈ ജോസഫിന് താടിയൊന്നും ഉള്ള നല്ല താടിയൊന്നും ഉള്ള സമയമാകാനുള്ള സാധ്യതയില്ല. ഈ സന്ദർഭത്തിൽ ഇവർ കാണുമ്പോൾ നല്ല താടിയുള്ള സുമുഖനായിരിക്കുന്ന, അല്ലെ, വേദപുസ്തകത്തിലെ അതേ വാക്കുകൾ തന്നെയാണ്, കോമളരൂപിയായിരിക്കുന്ന, സുന്ദരനായിരിക്കുന്ന, നല്ല നീളവും അതനുസരിച്ചുള്ള ശാരീരിക വടിവും ഒക്കെ ഉള്ളതായിരിക്കുന്ന. അപ്പോൾ ഈ താടിയും ഒക്കെ മറ്റൊരു കാരണമാകും. പിന്നെ ജോസഫ് മിസ്രൈമിലെ ഭാഷ അവിടുത്തുകാരെക്കാട്ടിൽ ഒരുപക്ഷെ നന്നായിട്ട് സംസാരിക്കുന്ന മനുഷ്യനായിരിക്കും. മിടുക്കന, നല്ല ബുദ്ധിജീവിയാ, രാജ്യതന്ത്രജ്ഞനായി മാറി. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ, ഭാഷ പഠിക്കാനും ഭയങ്കര മിടുക്കനായിരിക്കും. അപ്പോൾ ഭാഷ പഠിച്ച് മിസ്രൈമ്യരെക്കാട്ടിൽ നന്നായിട്ട് മിസ്രൈമ്യ ഭാഷ സംസാരിക്കുന്ന വ്യക്തിയായിട്ട് മാറി. പിന്നുള്ള കാര്യം, രാജ്യം മാറി. വേറൊരു രാജ്യത്ത്, സാധാരണ പൗരനല്ല. മിസ്രൈമില് അണിവർ അനങ്ങണമെങ്കിൽ ആരാണ് സമ്മതിക്കേണ്ടത്? അപ്രൂവൽ കൊടുക്കേണ്ടത് ജോസഫാണ്. ഇത്ര അധികാരമുള്ളതായിരിക്കുന്ന ഒരു വ്യക്തി പ്രഭാവമായിട്ട് ജോസഫ് മാറി. ജോസഫ് മിസ്രൈമിലെ വൈസ്രോയി എന്നാണ് ചില ഇംഗ്ലീഷ് തർജ്ജമയിലൊക്കെ വന്നിരിക്കുന്നത്. അതായത് ഭയങ്കര പദവിയിലുള്ള. ഈ കാരണങ്ങൾ കൊണ്ട് ജോസഫിനെ സഹോദരന്മാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും ജോസഫിന് ഇവരെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ആരെങ്കിലും പറഞ്ഞായിരുന്നോ ഇവരോട് വാസ്തവത്തിൽ ചോദിക്കും, നിങ്ങളുടെ അപ്പന്റെ പേരെന്തോ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇതൊക്കെ ചോദിക്കുന്നത് വാസ്തവത്തിൽ മനസ്സിലാക്കാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല. നന്നായി മനസ്സിലാക്കിയ ശേഷമാണ് ജോസഫ് ഇവരോട് കൺഫേം ചെയ്യുകയോ റീകൺഫേം ചെയ്യുകയോ ഒന്നുമല്ല, ഇവരെ കൊണ്ടൊന്ന് പറയിപ്പിക്കുക മാത്രമേ അവിടെ ജോസഫ് ചെയ്യുന്നു. ജോസഫ് ദീർഘപ്രാവശ്യം കരഞ്ഞു. 7 8 എത്ര വേണേൽ സംഗതി കൊടുക്കാം. ഭൂമിയില് നാം അനുഭവിക്കുന്ന നന്മകൾ നാം മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിൻ്റെ കാര്യപരിപാടി അതിലുണ്ട് എന്ന് നാം വിശ്വസിക്കുമ്പോൾ, നാം ദൈവത്തിൻ്റെ മുൻപിൽ കരയണം. സംതൃപ്തിയോടെ കരയണം. ചാരിതാർത്ഥ്യത്തോടെ കരയണം. സംഭവം അറിഞ്ഞ് മനസ്സിലാക്കി സ്വയബോധത്തിൽ കരയണം. നാം പലപ്പോഴും കരയുന്നത് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി. കരയണ്ടെന്നല്ല, നമ്മൾ കരയണം, ദൈവമുൻപാകെ കരയണം. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കാലത്തും എല്ലാം നാം കരയണം. ദൈവമുൻപാകെ അല്ലാതെ 6:30 പോയി കരഞ്ഞാൽ കാര്യമുണ്ട്? ഒരു കാര്യവുമില്ല. എന്നാൽ കരച്ചിലെപ്പോഴും ഈ ആവശ്യങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കരച്ചിലാകാനായിട്ട് പാടില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യം,
ദൈവത്തിൽ നിന്ന് നന്മ ലഭിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ബോധ്യം വരുമ്പോൾ ദൈവം മുൻപാകെ ജോസഫ് കരഞ്ഞതുപോലെ കരയണം. നഷ്ടബോധത്തിലല്ല, ലാഭത്തിന്റെ തീവ്രതയിൽ ദൈവത്തിന്റെ വഴികളിലെ പൂർണ്ണത മനസ്സിലാക്കി, ദൈവത്തിന്റെ നിയോഗമാണെന്ന് മനസ്സിലാക്കി, ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് അവനോട് നാം കരയേണ്ടതായിട്ടിരിക്കും. പ്രിയമുള്ളവരെ, ഞാൻ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ 1-2 ചോദ്യങ്ങളോട് ചോദിക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം വിചാരിക്കുന്നത് നമുക്ക് എപ്പോഴും അനുകൂലമായിരിക്കുന്ന കാര്യങ്ങൾ, നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കാവൂന്ന്. അങ്ങനെ നാം ആഗ്രഹിക്കാനായിട്ട് പാടില്ല. ദൈവം നമ്മെ ഏത് മേഖലയിലൂടെ നടത്തുന്നോ അതിൽ ആമീൻ പറയുവാൻ നാം ഹൃദയംഗമായി ഒരുക്കപ്പെടണം. ഏത് സാഹചര്യങ്ങളും. ഇത് ഇച്ചിരി പാടാ, ഇത് പറയാൻ എളുപ്പമാണ്. ഞാൻ വ്യക്തിപരമായി പറയുകയാണ്, കഠിന ശോധനകൾ വരുമ്പോൾ നാം കരയാൻ പോലും കഴിയുകയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമുക്ക് വരാം. എന്നാൽ അതിൻ്റെ നന്മവശങ്ങൾ വരുമ്പോൾ അതിൽ നാം അത്ഭുതപ്പെട്ട് ജോസഫിനെ പോലെ ഹൃദയ പരമാർത്ഥതയിൽ, കർത്താവേ നിന്റെ വഴികൾ എത്ര അഗോചരം, ഇത് ഹൃദയംഗമായി സമ്മതിച്ച് നാം കരയണം. പലപ്പോഴും ഈ കരച്ചില് സഹോദരിമാർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒരു സ്വഭാവം പലർക്കും ഉണ്ട്. അങ്ങനെയല്ല. ദൈവം മുൻപാകെ നാം എല്ലാവരും കരയണം. ദൈവത്തിന്റെ വഴികളിൽ അത്ഭുതപ്പെട്ട് കരയണം. ദൈവം അറിയാതെ ജോസഫിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ദൈവം അറിഞ്ഞാണ് എല്ലാം സംഭവിച്ചത്. ഞാൻ അനുഭവങ്ങൾ മാറ്റി മാറ്റി പറയുമ്പോൾ, ഞാനും നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സലൻ സഭയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പറയുമ്പോൾ ആർക്കും അതിനോട് വിയോജിക്കാനായിട്ട് കഴിയത്തില്ല. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ സ്നേഹിക്കുന്ന ഒരു സഹോദരന് ഒരു വചന ശുശ്രൂഷ ചെയ്തു. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? വർഷങ്ങളായി. ഓർക്കുന്നുണ്ടോ സഹോദരന്മാരെ? ഒരു ശവസംസ്കാര ശുശ്രൂഷയില്ല. ഞാനത് പറയാനുള്ള കാര്യം, ഞാനൊരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് നാട്ടില് വളരെ ഒരു ആക്സിഡന്റ് എനിക്കറിയാവുന്ന ഒരു നല്ല സഹോദരി, നല്ല ഭക്തയായ സഹോദരിക്ക് സംഭവിച്ചു. അൺഎക്സ്പെക്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി ആ സഹോദരിയും കുടുംബത്തെയും ഒക്കെ കണ്ടു. അപ്പൊ അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. മേജർ ആക്സിഡന്റ്. അപ്പോൾ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇതിന്റെ നന്മവശമൊന്നും എനിക്കറിയത്തില്ല, എന്നാൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന all things works together for good those who love him. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പേര് സജി എന്നാണ്, അവർക്കൊക്കെ പണ്ടേ അറിയാം. ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന ഒരു സഹോദരൻ സജിയുണ്ട്, എന്നെക്കാട്ടി വളരെ പ്രായത്തിൽ വളരെ ഇളയതാണ്, എന്നാൽ ബാക്കി അനേക കാര്യങ്ങൾ എന്നെക്കാട്ടി വളരെ മെച്ചപ്പെട്ട നിലവാരം പുലർത്തുന്ന. അപ്പൊ ആ സഹോദരന് അന്ധനാ, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി, അതും നല്ല പ്രായത്തിലാണ്. അപ്പൊ അവർക്ക് ക്യൂരിയോസിറ്റി കൂടി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ അടുത്ത് കുറച്ച് അപ്പുറത്തുള്ള സ്ഥലത്താണ് അദ്ദേഹത്തിന്. അപ്പൊ ചിലർക്കൊക്കെ ചെറിയ അറിവ് കണ്ടെത്തും. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സലൻ സഭയിലെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ഒരു സഹോദരി മരിച്ചുപോയി. ക്യാൻസറായാണ് മരിച്ചത്. ഒരു 2 മാസം ഒക്കെ ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് പിന്നെ ജീവിച്ചിരുന്നുള്ളൂ. 3 പെൺകുഞ്ഞുങ്ങൾ അവരുടെ മാതാവാണ്. അപ്പോൾ ഈ സഹോദരൻ ആ ഇടയ്ക്കാണ് ഞങ്ങളുടെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി വന്നത്. ആ സഹോദരനാണ് അവിടെ വചന ശുശ്രൂഷ ചെയ്തത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. All things works together. All means all, including my blindness. നിങ്ങളൊക്കെ ആ വാക്ക് കേട്ട് കാണും. നിങ്ങളിൽ പലരും അന്നുണ്ടായിരുന്നു. ഞാനത് മറക്കത്തില്ല. ഞാൻ ഈ അനുഭവം അവരോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ആ സഹോദരിയുടെ ഭർത്താവ് എൻ്റെ കൂടെ ഇറങ്ങി വന്നു.
സഹോദരിക്ക് നടക്കാൻ വയ്യ. അപ്പൊ എന്നോട് പറഞ്ഞു, സഹിച്ചായ ഒരുപാട് പേര് ഇവിടെ വന്നു, എന്നാൽ ഇത്രയും സമാധാനവും ധൈര്യവും ഇപ്പോഴാ കിട്ടിയത്. ഐ കനോട്ട് ഫോർഗെറ്റ് യു. എന്നോടുള്ള സ്നേഹമല്ല, ഞാൻ പറഞ്ഞ തിരുവെഴുത്ത് അവരെ സ്വാധീനിച്ചു. പ്രിയമുള്ളവരെ, ജോസഫിന്റെ ജീവിതത്തിൽ ജോസഫ് പ്രതീക്ഷിക്കാത്ത അനേക കാര്യങ്ങളാ സംഭവിച്ച മുഴുവൻ അങ്ങനെയുള്ളതാണ്. വൈസ്രോയി ആകണമെന്നൊന്നും ജോസഫ് ആഗ്രഹിച്ചതായിട്ടൊന്നും വേദപുസ്തകത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ അതുണ്ടായിരുന്നു. അതെല്ലാം ഒരു വലിയ നന്മയ്ക്ക്, അന്നത്തെ ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് കാരണമായിട്ട് തീർന്നു. ജോസഫ് നിലവിളിച്ചു. സ്വർഗത്തിൽ നിലവിളിയുണ്ടോ? വിഷയത്തിലേക്ക് വന്ന് നിർത്താം. സ്വർഗത്തിൽ നിലവിളിയുണ്ടോ? കണ്ണുനീരുണ്ടോ? കണ്ണുനീര് തുടയ്ക്കുമെന്നൊക്കെ വെളിപാട് പുസ്തകത്തിലൂടെ വാക്യമുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ സന്ദർഭത്തിലൂടെ കടന്നു പോയപ്പോൾ അതൊരു കാവ്യാത്മകതയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുവെന്ന്. സ്വർഗത്തിൽ കണ്ണുനീരുണ്ടെങ്കിൽ അത് ആനന്ദ കണ്ണുനീരായിരിക്കും, സംതൃപ്തിയുടെ കണ്ണുനീരായിരിക്കും. ചെറിയാൻ സാർ ഒരു പാട്ടില് ഞാനിങ്ങനെ ചുമ്മാ ഇരുന്നൊക്കെ പാടുവേ. അപ്പോൾ ഈ പാട്ട് എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. അതെന്റെ ചരണം ഇങ്ങനാണ്: നിത്യത തന്നിൽ ഞാൻ എത്തും നേരത്ത്. എന്റെ തുടക്കം ഇങ്ങനെയാണ്: ഞാനെന്നും സ്തുതിക്കും നിത്യത തന്നിൽ ഞാൻ എത്തും, തന്റെ സ്തുത്യ പദങ്ങൾ ഞാൻ മൊത്തും. നിത്യത തന്നിൽ ഞാൻ എത്തും, തന്റെ സ്തുത്യ പദങ്ങൾ ഞാൻ മൊത്തും. ഭക്തിയിലാനന്ദ കണ്ണുനീർ വീഴ്ത്തും, ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനുസുതനെ. ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ആരാധന സ്വർഗത്തിലുണ്ട്. അത് കണ്ണുനീരുള്ള ആരാധനയാണ്, സംതൃപ്തിയുടെ തികവിലുള്ള ആരാധനയാണ്, ദൈവ വഴികളുടെ പൂർണ്ണത മനസ്സിലാക്കിയുള്ള ആരാധനയാണ്. ശരീരം അവിടെ ഇല്ല, നാം ആത്മരൂപികളാകും. എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ ജോസഫിന്റെ അവസ്ഥ പോലെയായിരിക്കും. തന്റെ പിതാവിനെ കണ്ടപ്പോൾ ഏറെ നേരം കരഞ്ഞു. എബ്രായ ഭാഷയില് കാണുമ്പോഴൊക്കെ കരഞ്ഞു. എപ്പോഴൊക്കെ അവർ എത്ര വർഷം കണ്ടോ അതെല്ലാം അപ്പോഴെല്ലാം കരയുക, പറയാനൊന്നുമില്ല. വാട്ട് ഐ ആം ഗോയിങ് ടു സേ. ദൈവം മുമ്പാകെ നാം ചെല്ലുമ്പോൾ ദൈവത്തിന്റെ വഴികളിൽ നാം അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ട് കണ്ണുനീരോടെ ദൈവത്തെ ആരാധിക്കണമെന്ന് നാം താല്പര്യപ്പെടുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ട്രെയിനിങ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആരംഭിച്ചാൽ നല്ലതല്ലേ? ഈ ഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ വഴികൾ തികവുള്ളതാണ്. കർത്താവേ, നീ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല, നന്മ മാത്രം, നന്മ മാത്രം, നന്മ മാത്രം. ഈ ദൈവത്തെ തുടർന്നും ആരാധിക്കാം, സ്നേഹിക്കാം, അവന്റെ മുൻപിൽ നിലവിളിക്കാം. ആ നിലവിളി സംതൃപ്തിയുടേതായ നിലവിളികളോടെ ആയിത്തീരട്ടെ. രോദനങ്ങളാകാതെ, ഭൗതിക ആവശ്യങ്ങൾ മാത്രമാകാതെ, സംതൃപ്തിയുടെ, സ്നേഹത്തിന്റെ, ദൈവ വഴികളുടെ പൂർത്തീകരണം മനസ്സിലാക്കുന്ന നിലവിളികളായി ഭവിക്കട്ടെ. ദൈവ തിരുനാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ.